ഷാരോനിൻ റോജായേ, സിയോനിൻ രാജാവേ, ഷാരോനിൻ റോജായേ, സിയോനിൻ രാജാവേ, യേശുവേ യേശുവേ നാഥനേ നാഥനേ, യേശുവേ യേശുവേ നാഥനേ നാഥനേ, ഷാരോനിൻ റോജായേ, സിയോനിൻ രാജാവേ, ഷാരോനിൻ റോജായേ, സിയോനിൻ രാജാവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കാനുള്ള വചനം സങ്കീർത്തനം 9:9-10 വാക്യമാണ്. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. എന്ത് ആശ്വാസമുള്ള വചനമല്ലേ. യഹോവ പീഡിതർക്ക് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു ദൗത്യമാണ് ദൈവത്തിൻ്റെ നാമത്തെ അറിയിക്കുക എന്നുള്ളത്. കാരണം സകല മനുഷ്യരെ രക്ഷിപ്പാൻ, സകല വ്യക്തികളെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രനിലൂടെ സകലരെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ മഹാസ്നേഹം, അതാണ് സുവിശേഷം. ആ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ, രോഗസൗഖ്യം, നിത്യശിക്ഷാവിൽ നിന്നുള്ള വിടുതൽ, നിത്യജീവൻ എല്ലാം ലഭിക്കുന്നു. അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ വിടുവിക്കപ്പെടും. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. കാരണം ആ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്നതാണ്. പത്രോസ് അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ ആ നാമത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും. നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം അറിയാമല്ലോ. എല്ലാ നാമത്തിനും മേലായ നാമമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. അങ്ങനെ അറിയുന്നവർ, സ്തോത്രം, അവർ വിടുവിക്കപ്പെടുകയാണ്, ആശ്രയിക്കും. യഹോവയെ അന്വേഷിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കത്തേയില്ല. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്, ഒരു വിധത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. എന്നോട് സംസാരിക്കുന്ന ഒരു വാക്കെങ്കിലും ദൈവത്തിനുണ്ടോ? അതെ, ഉണ്ട്. എന്താണ് ആ വാക്ക്? ദൈവം എൻ്റെ അഭയസ്ഥാനമാണ്. പ്രത്യേകിച്ച് നിനക്ക് ഞെരുക്കങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ ഒരു അഭയസ്ഥാനം തന്നെ. ഓടി വരാനും നിന്റെ ഹൃദയം പകരാനും കർത്താവ് നിനക്കുണ്ട്. കൂട്ടുകാരോടും പ്രിയപ്പെട്ടവരോടൊക്കെ പറയാൻ പറ്റാത്ത കാര്യവും തുറന്ന് പറയാൻ പറ്റും. ഒരു തിരക്കുമില്ല. എത്ര സമയം വേണമെങ്കിലും നിന്റെ കൂടെ ഇരിക്കും. പറഞ്ഞു തീർന്നിട്ടും അവൻ പോകത്തില്ല. കാരണം ഈ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അവൻ വന്ന് നിനക്ക് വേണ്ടി മരിക്കും. അത്രയും വലിയ സ്നേഹമുള്ള ആ കർത്താവ് നിങ്ങളുടെ അഭയമാണ്. എല്ലായ്പ്പോഴും സമാധാനത്തോടിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഈ കർത്താവ് വരുത്തും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം.
യേശുവെ, ഇന്ന് രാവിലെ കേൾപ്പിച്ച നല്ല വാഗ്ദത്തത്തിനായി നന്ദി പറയും. അങ്ങയുടെ നാമത്തെ അറിയുന്നവർ അങ്ങിൽ ആശ്രയിക്കും. യേശുവെ, ഇന്ന് അങ്ങയുടെ നാമത്തെ ഘോഷിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ പിതാവേ. കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും അങ്ങിൽ ആശ്രയിക്കട്ടെ കർത്താവേ. അങ്ങിൽ ആശ്രയിക്കുന്നവർ വിടുവിക്കപ്പെടും. അങ്ങിൽ ആശ്രയിക്കുന്നവർ പ്രകാശിക്കപ്പെടും. അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. യേശുവേ, അവർക്ക് അങ്ങ് ഒരു അഭയസ്ഥാനമാകുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളുടെ അഭയസ്ഥാനമായിരിക്കുന്നതിന് നന്ദി പറയും. ഓടി വരുവാൻ, ഉള്ളം പകരാൻ ഞങ്ങൾക്കുള്ള നല്ല അഭയസ്ഥാനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങൾക്ക് ഓടി ഒളിഞ്ഞിരിപ്പാൻ, അങ്ങയിൽ മറഞ്ഞിരിപ്പാൻ, അങ്ങയിൽ സുരക്ഷിതമായിരിപ്പാൻ യേശുവെ, അങ്ങ് അഭയസ്ഥാനമായി ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വെളിപ്പെടുന്ന അങ്ങയുടെ വിലയേറിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ ഉറപ്പിച്ച് പറയുക. സ്തോത്രം. തൻ്റെ നാമത്തിൽ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും. പീഡിതർക്ക് അവനൊരു അഭയസ്ഥാനം. വീട്ടിനകത്തോ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? കർത്താവ് കൂടെയുണ്ട്. ഭയമാണ്. നിങ്ങളെക്കാൾ വലിയ അധികാരികൾ നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടോ? കർത്താവ് നിങ്ങൾക്ക് അഭയമാണ്. അപ്പോൾ ഈ മക്കളെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുഗ്രഹിച്ച് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവർ പോകുന്നിടത്തും നിൽക്കുന്നിടത്തെല്ലാം ഒരു പ്രത്യേക ഫേവർ കർത്താവ് കൊടുക്കണമേ. അവർ ബ്ലെസ്ഡ് ആയിരിക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ആഴമായി പതിയട്ടെ. എൻ്റെ ദൈവം എൻ്റെ അഭയസ്ഥാനമാണ്. യെസ്, ഗോഡ് ബ്ലെസ് യു.